അപ്പോൾ എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി ഇതിലേക്ക് വെൽക്കം ചെയ്തുകൊണ്ട് നമ്മൾ സെഷൻ ആരംഭിക്കുകയാണ്. നമുക്ക് ആദ്യം പഠിക്കാനുള്ള 2 പ്രധാനപ്പെട്ട വാക്കുകൾ എന്ന് പറയുന്നത് 1, 2 സെറ്റ് ഓഫ്, സെറ്റ് ഔട്ട്. ഈ 2 ഫ്രേസൽ വെർബുകളാണ്. ഫ്രേസൽ വെർബ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. അതായത് ഒരു വെർബും ഒരു പ്രപ്പോസിഷനും. പ്രപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ സംഗതികൾ? ഇന്ന്, ഓണ്, അറ്റ്, അങ്ങനത്തെ വാക്കുകളാണ്. അങ്ങനത്തെ പ്രപ്പോസിഷൻ ആയിട്ടുള്ള ഒരു പ്രപ്പോസിഷനും അതുപോലെ ഒരു വെർബും കൂടി ചേരുമ്പോഴാണ് ഫ്രേസൽ വെർബ് ഉണ്ടാവുന്നത്. അത് രണ്ടും കൂടി ചേരുമ്പോൾ വേറൊരു പുതിയ അർത്ഥം അതിനുണ്ടാകുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിൽ ഏറ്റവും അധികം PSC പരീക്ഷയിൽ ആവർത്തിച്ച് ചോദിക്കുന്ന 2 വാക്കുകൾ ഒന്നാണ് ഞാനിപ്പോൾ ആദ്യം തന്നെ തന്നിട്ടുള്ളത്, സെറ്റ് ഓഫും സെറ്റ് ഔട്ടും. രണ്ടിന്റെ അർത്ഥം യാത്ര ആരംഭിക്കുക എന്നാണ്. ബിഗിൻ എ ജേർണി എന്നാണ്. ടു ബിഗിൻ എ ജേർണി, ടു ബിഗിൻ എ ജേർണി. ഓക്കെ, അപ്പൊ എന്താണ് സൂര്യ വി? സെറ്റ് ഓഫും സെറ്റ് ഔട്ടും രണ്ടിന്റെ അർത്ഥം എന്താ? സെറ്റ് ഓഫ്, സെറ്റ് ഔട്ട്, ബിഗിൻ എ ജേർണി, യാത്ര ആരംഭിക്കുക. ഓക്കെ ഓക്കെ, ഈ എക്സാമ്പിൾ ഒന്ന് വായിച്ചേ. വി സെറ്റ് ഓഫ് ഫോർ ലണ്ടൻ. അത് ഞങ്ങൾ ലണ്ടനിലേക്ക് യാത്ര പുറപ്പെട്ടു അല്ലേ? പുറപ്പെട്ടു. അടുത്ത വായിച്ചേ. The fisherman set out at sunset for a night's fishing. വെരി ഗുഡ്, എക്സലന്റ്. ഇനി അടുത്ത വേർഡ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതാണ്. നെക്സ്റ്റ് വേർഡ് ഇസ് ടേൺ അപ്പ്. ടേൺ അപ്പ് എന്ന് പറഞ്ഞാൽ അറൈവ്, എത്തിച്ചേരുക എന്നാണ്. വി അറൈവ്ഡ് ടു മീറ്റ് അറ്റ് 7:30 but she never turn up. ഓക്കെ, ഞാൻ ഈ ആദ്യം 15 വാക്കുകളും വായിച്ചു പോകുന്നേ ഉള്ളൂ. കാരണം കഴിഞ്ഞ ദിവസം ഞങ്ങൾ നല്ല വൃത്തിയായിട്ട് ഡിസ്കസ് ചെയ്താണ്. നിങ്ങൾ ലൈവിൽ വരാത്തതുകൊണ്ടാണ്. പക്ഷേ ലൈവ് റെക്കോർഡ് കിട്ടാത്തതുകൊണ്ട് ഞാനൊന്ന് റിപ്പീറ്റ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ജസ്റ്റ് വായിച്ചു പോവാണ്. ബാക്കിയുള്ള വാക്കുകൾ നമുക്ക് കൃത്യമായി ഡിസ്കസ് ചെയ്യാം. അപ്പോൾ 1, 2 കഴിഞ്ഞ് 3ാമത്തെ വേർഡ് ടേൺ അപ്പ് ആയിരുന്നു. ടേൺ അപ്പ് എന്ന് പറഞ്ഞാൽ എത്തിച്ചേരുക. ഇത് എത്രമാത്രം PSC പരീക്ഷയ്ക്ക് ചോദിക്കുന്നുണ്ടെന്ന് പറയാൻ പറ്റില്ല. അത്രയും അധികം തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു വേർഡാണ് ടേൺ അപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വേർഡ് ഈസ് ടേൺ ഡൗൺ ആണ്. ടേൺ ഡൗൺ എന്ന് പറഞ്ഞാൽ ടു റിജക്ട് ഓർ റെഫ്യൂസ്, നിരസിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. വൈ ഡിഡ് ഷീ ടേൺ ഡൗൺ യുവർ ഇൻവിറ്റേഷൻ? നിങ്ങളുടെ ഇൻവിറ്റേഷൻ എന്തുകൊണ്ടാണ് അവൾ നിരസിച്ചത്? നിരസിക്കുക, റിജക്ട്, റെഫ്യൂസ്, ടേൺ ഡൗൺ. ഓക്കെ, ടേക്ക് ആഫ്റ്റർ എന്ന് പറയുന്ന ഒരു വേർഡ് ഉണ്ട്. ടേക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ റിസംബിൾ ആണ്, ഒരുപോലെ ഇരിക്കുക, കാണാൻ ഒരുപോലെ ഇരിക്കുന്നതിനെയാണ് ടേക്ക് ആഫ്റ്റർ എന്ന് പറയുന്നത്. യുവർ ഡോട്ടർ ഡസൻറ്റ് ടേക്ക് ആഫ്റ്റർ യു അറ്റ് ഓൾ. യുവർ ഡോട്ടർ ഡസൻറ്റ് ടേക്ക് ആഫ്റ്റർ യു അറ്റ് ഓൾ എന്ന് പറഞ്ഞാൽ നിങ്ങളെപ്പോലെ ഇല്ല നിങ്ങളുടെ മകൾ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ടേക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ റിസംബിൾ എന്നാണ്. ഓക്കെ, അപ്പോൾ എത്ര വാക്കായി? 5 വാക്കായി. 6ാമത് നമ്മൾ പഠിച്ച വേർഡ് എന്ന് പറയുന്നത് സീ ഓഫ് ആണ്. സീ ഓഫ് എന്ന് പറഞ്ഞാൽ യാത്ര അയക്കുക എന്നാണ്. നമ്മളൊരാളെ യാത്ര അയക്കുക. ടു എസ്കോർട്ട് a guest for his departure. They came to the station to see him off. അയാളെ യാത്രയാക്കാൻ വേണ്ടിയിട്ട് സ്റ്റേഷനിൽ എത്തി എന്നാണ്. അപ്പോൾ സീ ഓഫ് എന്ന് പറഞ്ഞാൽ യാത്രയാക്കുക. പുൾ ത്രൂ. വാട്ട് ഈസ് പുൾ ത്രൂ? പുൾ ത്രൂ എന്ന് പറഞ്ഞാൽ നമ്മളൊരു അസുഖത്തെ, രോഗത്തെ അല്ലെങ്കിൽ ഒരു ക്രൈസിസിനെ തരണം ചെയ്യുക എന്നാണ് അതിൻ്റെ അർത്ഥം. സുഖക്കേട് തന്നെ ആവണമെന്നില്ല, ഒരു പ്രതിസന്ധിനെ തരണം ചെയ്യുന്നതിനെയും പുൾ ത്രൂ എന്ന് പറയും. ടു ഗെറ്റ് ബെറ്റർ ആഫ്റ്റർ ഇൽനസ് എന്നാണ്. ഓക്കെ, രോഗത്തിന് ശേഷം രോഗവിമുക്തി തേടുക എന്നാണ് അതിൻ്റെ അർത്ഥം. യെസ്, അത് കഴിഞ്ഞിട്ട് നമുക്കറിയാം പാസ് ആണ്. പാസ് അവേ, ഡൈ, മരിക്കുക. ഹി അൺഫോർച്ചുനേറ്റ്ലി പാസ്ഡ് അവേ ലാസ്റ്റ് ഇയർ. അദ്ദേഹം ദൗർഭാഗ്യവശാൽ കഴിഞ്ഞ വർഷം മരിച്ചു പോയി എന്നാണ്. ഓക്കെ, അപ്പോൾ എത്ര വാക്കുകളായി? ഇപ്പോൾ നമ്മൾ 6 കഴിഞ്ഞു, 7 പുൾ ത്രൂ, 8 പാസ് അവേ. 9ാമത്തെ വേർഡ് പുട്ടോൺ ആണ്. പുട്ടോൺ എന്ന് പറഞ്ഞാൽ അറിയാത്ത ആരും ഉണ്ടാവില്ല. ധരിക്കുക, വസ്ത്രം ധരിക്കുന്നതിനാണ് നമ്മൾ പുട്ടോൺ എന്ന് പറയുക. വെയർ ഷീ പുട്ട് ഓൺ ഹെർ കോട്ട് ആൻഡ് വെന്റ് ഔട്ട്. കോട്ട് ധരിച്ചു പുറത്തേക്ക് പോയി. അടുത്തതായിട്ട് 10ാമത് നമ്മൾ പഠിച്ച വേർഡ് പുട്ട് ഓഫ് ആണ്. പോസ്റ്റ് പോൺ, മാറ്റി വെക്കുക. വെഡിങ് വാസ് പുട്ട് ഓഫ്, കല്യാണം മാറ്റി വെച്ചു. 11ാമത്തെ വേർഡ് പുട്ട് ഡൗൺ ആണ്. പുട്ട് ഡൗൺ പല അർത്ഥങ്ങളുണ്ട്. ഒന്ന് കീപ് ഡൗൺ, താഴെ വെക്കുക. റൈറ്റ് ഡൗൺ, എഴുതിയെടുക്കുക. ടു സപ്രസ്, അടിച്ചമർത്തുക എന്നൊക്കെ അർത്ഥമുണ്ട് പുട്ട് ഡൗൺ എന്ന് പറയുന്ന വേർഡിന്. കീപ് ഡൗൺ, താഴെ വെക്കുക. ഹി സ്റ്റോപ്ഡ് ആൻഡ് പുട്ട് ഡൗൺ ഹിസ് ഗൺ. അദ്ദേഹം നിർത്തി, എന്നിട്ട് എന്ത് ചെയ്തു? നിർത്തിയല്ല, സ്റ്റോപ്ഡ് ആൻഡ് പുട്ട് ഡൗൺ ഹിസ് ഗൺ, തോക്ക് താഴെ വെച്ചു. പുട്ട് ഡൗൺ യുവർ നെയിം ഇൻ ക്യാപിറ്റൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേര് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതാനാണ് പറഞ്ഞത്. ടു സപ്രസ് എന്ന് പറഞ്ഞാൽ അടിച്ചമർത്തുന്നത്. മിലിറ്ററി പുട്ട് ഡൗൺ ദ റിബല്യൺ, ഒരു ലഹള അടിച്ചമർത്തി എന്നാണ്. ഓക്കെ, 12ാമത്തെ വാക്കിലേക്ക് വരാം. പുട്ട് ഫോർവേഡ് ആണ്. പുട്ട് ഫോർവേഡ് എന്ന് പറഞ്ഞാൽ ടു സജസ്റ്റ് ആൻ ഐഡിയ, ഒരു ആശയം മുന്നോട്ട് വെക്കുക എന്നാണ്. പ്ലീസ് പുട്ട് ഫോർവേഡ് എ സജഷൻ, ഒരു ആശയം മുന്നോട്ട് വെക്കൂ, സജസ്റ്റ് ചെയ്യൂ, പുട്ട് ഫോർവേഡ് ചെയ്യൂ. ഓക്കെ, 13ാമത്തെ വാക്ക് പുട്ടപ്പ് വിത്ത് ആണ്. പുട്ടപ്പ് വിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PSCക്ക് ഏറ്റവും ഇഷ്ടമുള്ള
ഒരു പ്രയോഗമാണ് പുട്ടപ്പ് വിത്ത്. എത്ര തവണ PSC ഇത് ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ സാധിക്കില്ല അത്രയും തവണ PSC ആവർത്തിച്ച് ചോദിച്ചൊരു വേർഡാണ് പുട്ടപ്പ് വിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ടോളറേറ്റ്, സഹിക്കുക. ഐ കാണ്ട് പുട്ടപ്പ് വിത്ത് യു, എനിക്ക് നിന്നെ സഹിക്കാൻ കഴിയില്ല. ഐ കാണ്ട് പുട്ടപ്പ് വിത്ത് ഇറ്റ് എനി ലോങ്ങർ, എനിക്ക് ഇതിനി സഹിക്കാനേ കഴിയില്ല. അപ്പോൾ പുട്ടപ്പ് വിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സഹിക്കുക എന്നാണ്. 14ാമത്തെ വേർഡ് എന്ന് പറയുന്നത് പുട്ടപ്പാണ്. പുട്ടപ്പ് പറഞ്ഞാൽ കുറേ മീനിങ് ഉണ്ട്. ഒന്ന് ടു റേസ്, ഉയർത്തുക. പുട്ടപ്പ് യുവർ ഹാൻഡ് എന്നൊക്കെ പറയുന്ന കേട്ടില്ലേ? കൈ ഉയർത്തു. അതെ. മറ്റൊരു ഒരു 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 മീനിങ് ആണ് ടു സജസ്റ്റ് എൻ ഐഡിയ. നമ്മളിപ്പോൾ തൊട്ട് മുമ്പ് പുട്ട് ഫോർവേഡ് അല്ലേ? പുട്ട് ഫോർവേഡ് പഠിച്ചില്ലേ? സജസ്റ്റ് എൻ ഐഡിയ, പുട്ട് ഫോർവേഡ്. ഓക്കെ, ടു സജസ്റ്റ് എൻ ഐഡിയ, ആശയം മുന്നോട്ട് വയ്ക്കുക. ഐ put up a proposal. Put up equal to put forward. ഇനി റേസും സജഷൻ ഐഡിയയും അല്ലാതെ മൂന്നാമതൊരു അർത്ഥമാണ് ബിൽഡ് സംതിങ്, എന്തെങ്കിലും കെട്ടി ഉയർത്തുക. വേലിയൊക്കെ ഇങ്ങനെ ഉയർത്തിയെടുക്കുന്നതിനെ, കെട്ടി ഉണ്ടാക്കുന്നതിനെ പുട്ടപ്പ് എന്ന് പറയും. മൈ നെയ്ബർ, എൻ്റെ വേലക്കാരൻ. പുട്ടപ്പ് എ ഫെൻസ്, ഒരു വേലി കെട്ടി ഉയർത്തി. പുട്ടപ്പ് എ ഫെൻസ് എന്ന് പറഞ്ഞാൽ വേലി. ഇനി ഇത് കൂടാതെ നാലാമതൊരു അർത്ഥമുണ്ട്, ടു ഫിക്സ് സംതിങ് ഇൻ എ പ്ലേസ്, ഒരു സംഗതി ഒട്ടിക്കുക, ഫിക്സ് ചെയ്യുക, പതിക്കുക. പുട്ടപ്പ് നോട്ടീസ്, ഒരു നോട്ടീസ് പതിക്കുക. അങ്ങനെ പുട്ടപ്പിന് പതിക്കുക എന്നൊരർത്ഥം കൂടിയുണ്ട്. അഞ്ചാമതൊരർത്ഥമുണ്ട് ടു സ്റ്റേ സംവേർ ഫോർ എ നൈറ്റ്, ഒരു രാത്രിക്ക് വേണ്ടിയിട്ട് എവിടെയെങ്കിലുമൊക്കെ തങ്ങുക, ഹോട്ടലിലൊക്കെ റൂം എടുത്ത് തങ്ങുക. ആ തങ്ങുന്നതിനെ, താൽക്കാലികമായിട്ട് തങ്ങുന്നതിനെ പുട്ടപ്പ് എന്ന് പറയും. വി പുട്ടപ്പ് എറ്റ് ഹോട്ടൽ, ഞങ്ങളൊരു ഹോട്ടലിൽ തങ്ങുക, പുട്ടപ്പ്. 5 അർത്ഥമുണ്ട്. ഓക്കെ, സോ ഐ റിക്വസ്റ്റ് മിസ് ഭവ്യയോട് പോയി ഈ 5 തരത്തിലുള്ള അർത്ഥം എന്ന് പറഞ്ഞ, പുട്ടപ്പിന്റെ 5 രീതിയിലുള്ള അർത്ഥം എന്ന് പറഞ്ഞേ. ടു റൈസ്, ടു സജസ്റ്റ് ആൻ ഐഡിയ, ഓക്കെ, ടു ബിൽഡ് സംതിങ്, ഓക്കെ, ടു ഫിക്സ് സംതിങ് ഇൻ എ പ്ലേസ്, വെരി ഗുഡ്, ടു സ്റ്റേ സംവെയർ ഫോർ ദി നൈറ്റ്. എക്സലന്റ്. ഓക്കെ, അപ്പൊ അതാണ് പുട്ടപ്പ്. ഇനി മറക്കാൻ പാടില്ല. ഇനി പുട്ടക്രോസ് എന്ന് പറഞ്ഞാൽ ആശയവിനിമയം നടത്തുക, കമ്മ്യൂണിക്കേറ്റ് എന്നാണ്. ഷീ ഈസ് നോട്ട് വെരി ഗുഡ് അറ്റ് പുട്ടിങ് ഹർ വ്യൂസ് അക്രോസ്. അവളുടെ ആശയങ്ങളെ കൈമാറ്റം ചെയ്യുന്നതിൽ, വിനിമയം നടത്തുന്നതിൽ അവൾ അത്ര മികച്ച ആളല്ല എന്നാണ് പറയുന്നത്. പുട്ടക്രോസ്, ആശയവിനിമയം നടത്തുക. ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത്. കുറേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കിയിരുന്നു. സാരല്ല, ഇന്ന് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വീണ്ടും ഇന്നലെ പറഞ്ഞതും പുതിയതൊക്കെ ചെയ്യും. കുറേ PYQs നമുക്കിന്ന് ചെയ്യാം. അപ്പോൾ ഈ പഠിച്ച വാക്കുകളിൽ നല്ല ഫ്ലുവൻ്റ് ആയിട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടാവും. നമുക്കൊരു കാര്യം ചെയ്യാലോ, 5 വാക്കുകൂടെ പഠിച്ച് 20 വാക്ക് പഠിച്ചിട്ട് നമുക്ക് കുറച്ച് PYQ ചെയ്യാം. പിന്നെ ഒരു 20 വാക്കുകൂടെ കഴിഞ്ഞിട്ട് പിന്നെയും PYQ ചെയ്യാം. ഓക്കെ, യെസ്. അപ്പോൾ 16ാമത്തെ വേർഡാണ് ഗിവ് അവേ. എന്ന് കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടോ ഈ ക്ലാസ്സിൽ? എല്ലാവർക്കും അറിയാം. നമ്മൾ പ്രത്യേകിച്ച് യൂട്യൂബ് ചാനൽ വീഡിയോസ് കാണുന്ന ആൾക്കാരാണെങ്കിൽ യൂട്യൂബേഴ്സ് പറയുന്നത് കേട്ടിട്ടുണ്ടാവും, ഗിവ് അവേ. അതായത് വെറുതെ കൊടുക്കുക. ഗിവ് അവേ എന്ന സമ്മാനമായിട്ട്, സൗജന്യമായിട്ട് വിതരണം ചെയ്യുന്നതിനെയാണ് ഗിവ് അവേ കൊടുക്കുക എന്ന് പറയുന്നത്. ഓക്കെ, ഹി ഗേവ് അവേ മോസ്റ്റ് ഓഫ് ഹിസ് മണി ടു ചാരിറ്റി. മിക്കവാറും അദ്ദേഹത്തിന്റെ ധനം അദ്ദേഹം ചാരിറ്റി ആയിട്ട് ഗേവ് അവേ, വെറുതെ കൊടുത്തു, സൗജന്യമായിട്ട് കൊടുത്തു. ഗിവ് അവേ, പാസ്റ്റ് ഗേവ് അവേ. ഗിവ് അവേ എന്ന് പറഞ്ഞാൽ എന്താണ് മേരി രേഷ്മ? give something free. യെസ്, ഗീവ് സംതിങ് ഫ്രീ. ഓക്കെ, വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ 17ാമത്തത് ഗിവ് അപ്പ് ആണ്, ഉപേക്ഷിക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ ഏറ്റവും അധികം തവണ ചോദിച്ച ഒരു വേർഡാണ് ഗിവ് അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഗിവ് അപ്പ് എന്ന് പറഞ്ഞാൽ എബാൻഡൻ, ഉപേക്ഷിക്കുക. ഗിവ് അപ്പ് ഈക്വൽ ടു എബാൻഡൻ, ഉപേക്ഷിക്കുക, കൈയൊഴിയുക. ഡോണ്ട് ഗിവ് അപ്പ് മീ, എന്നെ കൈയൊഴിയരുത്. ഡോണ്ട് ഗിവ് അപ്പ് യുവർ പാഷൻ, നിങ്ങളുടെ പാഷൻ നിങ്ങൾ ഉപേക്ഷിക്കാൻ പാടില്ല, കൈവെടിയാൻ പാടില്ല. ഗിവ് അപ്പ്. Okay, now you are trying hard for the PSC examination, especially for the LPST UPST. There will be a lot of hurdles in your journey. You may come across a lot of hurdles in your journey, but what I want to tell you is that you never try to give up. നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, എന്തെല്ലാം പ്രതിസന്ധി നിങ്ങളുടെ പഠനത്തിന് മുമ്പിൽ വന്നാലും ഡോണ്ട് ട്രൈ ടു ഗിവ് അപ്പ്. ജസ്റ്റ് എന്താ പറയാ, കണ്ടിന്യൂ ചെയ്യുക. യു ഹാവ് ടു അച്ചീവ് യുവർ ഗോൾ. സോ ഡോണ്ട് ഗിവ് അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ദീപ സേട്ടി? ഗിവ് അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപേക്ഷിക്കുക. ഹി ഗേവ് അപ്പ് സ്മോക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താ ദീപ? പുകവലി ഉപേക്ഷിച്ചു. അവൻ പുകവലി ഉപേക്ഷിച്ചു. ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു.
സോ ദ നെക്സ്റ്റ് വേർഡ് 17 കഴിഞ്ഞ് 18ാമത്തെ വേർഡ് ഗിവിൻ ആണ്. ഗിവിൻ എന്ന് പറഞ്ഞാൽ വഴങ്ങുക, തോറ്റു കൊടുക്കുക, വഴങ്ങി കൊടുക്കുക. ടു yield or സറണ്ടർ, കീഴടങ്ങുക. ഒരാൾ നിങ്ങളോട് ഒരു കാര്യം ചെയ്യാൻ വേണ്ടി കുറേ തവണ പറഞ്ഞു, അവസാനം നിങ്ങൾ എന്ത് ചെയ്തു? ഫൈനലി യു ഗേവ് ഇൻ, നിങ്ങൾ വഴങ്ങി എന്നാണ്. നിങ്ങൾ വിട്ടുകൊടുക്കുക, വഴങ്ങുക. ഗിവിൻ. ദ ഗവൺമെൻറ് റെഫ്യൂസ്ഡ്, ഗവൺമെൻറ് താല്പര്യം കാണിച്ചില്ല. എന്തിന്? ടു ഗിവ് ഇൻ ടു ദിയർ ഡിമാൻഡ്സ്, അവരുടെ ആവശ്യങ്ങൾക്ക് വഴങ്ങാൻ ഗവൺമെൻറ് തയ്യാറായില്ല. ഓക്കെ, അപ്പോൾ ഗിവിൻ, വഴങ്ങുക. നെക്സ്റ്റ് 19ാമത്തെ വേർഡ് ലുക്ക് ആഫ്റ്റർ. ലുക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ സംരക്ഷിക്കുക എന്നാണ്. ടു ടേക്ക് കെയർ ഓഫ്, സംരക്ഷിക്കുക. ഐ വിൽ ലുക്ക് ആഫ്റ്റർ യുവർ ചിൽഡ്രൻ ഇഫ് യു വാണ്ട് ടു ഗോ ഔട്ട്. നിങ്ങൾക്ക് പുറത്ത് പോകണം, നിങ്ങളെ കുട്ടീനെ ഞാൻ നോക്കിക്കോളാം. ഐ വിൽ ടേക്ക് കെയർ ഓഫ് യുവർ ചിൽഡ്രൻ. ഐ ലുക്ക് ആഫ്റ്റർ യുവർ ചിൽഡ്രൻ. ലുക്ക് ആഫ്റ്റർ, ഇറ്റ്സ് യുവർ ഡ്യൂട്ടി ടു ലുക്ക് ആഫ്റ്റർ യുവർ ഏജ്ഡ് പാരൻസ്. അല്ലേ? നിങ്ങളുടെ പ്രായമായ രക്ഷിതാക്കളെ സംരക്ഷിക്കേണ്ടത്, ലുക്ക് ആഫ്റ്റർ ചെയ്യേണ്ടത് ഇറ്റ്സ് യുവർ ഡ്യൂട്ടി. You ought to look after your parents. Look after. മറക്കാൻ പാടില്ല, look after. It's your duty to look after your children. എന്താ പറയുക, നിങ്ങളുടെ കുട്ടികളെ ലുക്ക് ആഫ്റ്റർ ചെയ്യേണ്ടത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. എന്താണ് ലുക്ക് ആഫ്റ്റർ? സംരക്ഷിക്കുക, ടു ടേക്ക് കെയർ ഓഫ്. അങ്ങനെ അത് കഴിഞ്ഞാൽ നമുക്ക് 20ാമത്തെ വാക്കിലേക്ക് പോകാം. ലുക്കപ്പ്. എന്താ? വാട്ട് ഈസ് ലുക്കപ്പ്? ലുക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിക്ഷണറിയിലൊക്കെ സെർച്ച് ചെയ്യുക. സെർച്ച് എന്നാണ് അതിൻ്റെ അർത്ഥം. ഫോർ ഇൻ എ ഡിക്ഷണറിയിൽ നോക്കുക, ഡിക്ഷണറിയിൽ എന്താ പറയുക, തിരയുക. ഡിക്ഷണറി ആവണമെന്നില്ല. ഇപ്പോൾ ഒരു വലിയൊരു ലിസ്റ്റ് തന്നിരിക്കുകയാണ്, ഒരു വലിയ ലിസ്റ്റ്. ആ ലിസ്റ്റിനിടയിൽ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ നോക്കുന്നത്, ദറ്റ് ഈസ് ലുക്കിംഗ് ആപ്പ്. ഓക്കെ, ഐ ലുക്ക്ഡ് ഇറ്റ് അപ്പ് ഇൻ ദ ഡിക്ഷണറി. ഇപ്പോൾ ലുക്കപ്പ് കണ്ട പൊതുവെ നമുക്ക് ഡിക്ഷണറി ഓർമ്മ വന്നാൽ മതി. അനീഷ ഓക്കെ അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. 20 വാക്കുകൾ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് 20 വാക്കുകൂടെ പഠിക്കണ്ട. അതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്താലോ? ആർ യു ഇൻട്രസ്റ്റഡ്? Yes, sir. ഓക്കെ, നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ എന്നെയാണോ കാണുന്നത്, അല്ലെങ്കിൽ ചോദ്യമാണോ? സാറിനെ കാണുന്നത്. ശരി, ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ നമ്മളെ എരുമ ശിഷ്യ. ആരാ എരുമ ശിഷ്യ? അനീഷ, അങ്ങ് സ്റ്റേജിലേക്ക് വാ. എരുമ ശിഷ്യ എന്ന് പറഞ്ഞ് നടന്നാൽ പോരാ, സ്റ്റേജിലേക്ക് വരണം, അപ്പോഴേ എരുമയാവുള്ളൂ കേട്ടോ. യെസ്, തൽക്കാലം നമുക്ക് നമ്മളെ മേരീനെ വിളിക്കാം. മേരിയെ. ഓ സാറേ. ഈ ചോദ്യത്തിന്റെ 1, യാസിൻ ഡാഷ് ഓൺ ഹിസ് ജേർണി ലാസ്റ്റ് ഫ്രൈഡേ. യാസിൻ ഡാഷ് ഓൺ ഹിസ് ജേർണി ലാസ്റ്റ് ഫ്രൈഡേ. സെറ്റ് ഔട്ട് സർ. വെരി ഗുഡ്. യാത്ര കണ്ടപ്പോൾ തന്നെ മനസ്സിലായി, സെറ്റ് ഔട്ട്. വേറൊരു വാക്കുകൂടി ഉണ്ടല്ലോ സെറ്റ് ഔട്ടിന്റെ, സെറ്റ് ഓഫ് അല്ലേ? അത് ഓപ്ഷനിലില്ല. വെരി ഗുഡ്. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. I waited for hours but my friend did not dash. മേരിയാണ്. 5 ചോദ്യത്തിന് ഉത്തരം മേരി പറയണം. മേരി പോയാ? മേരിന്റെ ശബ്ദം കേൾക്കുന്നില്ല. അപ്പൊ ഞാൻ മൈക്ക് ദീപയ്ക്ക് കൈമാറാണ്. ദീപ, സീറ്റി. മേരി വന്നു പറഞ്ഞു. അറിഞ്ഞില്ല, മ്യൂട്ട് ആയിരുന്നു പറഞ്ഞിട്ടിരുന്നു. ടേൺ അപ്പ് സർ, ടേൺ അപ്പ്. ഐ വെയിറ്റഡ് ഫോർ അവേഴ്സ്, ഞാൻ മണിക്കൂറോളം കാത്തുനിന്നു. ബട്ട് മൈ ഫ്രണ്ട്, എന്റെ ഫ്രണ്ട് ഡിഡ് നോട്ട്, എത്തിച്ചേരാന്നുള്ളതിന് ടേൺ അപ്പ് എന്നാ പറയാ അല്ലേ? പറയാ. വെരി ഗുഡ്, ടേൺ അപ്പ്. ഓക്കെ, ഇനി അടുത്തത് മേരി ഡിസൈഡഡ് ടു, അത് മേരിക്ക് തന്നെയാണല്ലോ ഈ ചോദ്യം. മേരി ഡിസൈഡഡ് ടു ഡാഷ് ദ പോസ്റ്റ് ഇൻ ദ ഫേസ് ഓഫ് ദ പ്രൊട്ടസ്റ്റേഴ്സ് അഗൈൻസ്റ്റ് ഹർ നോമിനേഷൻ. ടേൺ ഡൗൺ അല്ലേ? നിരസിച്ചു എന്നുള്ള അർത്ഥത്തിൽ. ഓക്കെ, യെസ്. 4ാമത്തെ ചോദ്യം കൂടെ പറഞ്ഞു. ഐ ആം ഷുവർ ഹി വിൽ ഡാഷ് ഫ്രം ദിസ് ക്രൈസിസ്. പുൾ ത്രൂ. ക്രൈസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രതിസന്ധി ഘട്ടമാണ്. ആ പ്രതിസന്ധി ഘട്ടത്തെ അതിജീവിക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെ അതിജീവിക്കും, ഓവർകം എന്ന അർത്ഥത്തിലുള്ള വേർഡ് ഏതാ? പുൾ ത്രൂ. അല്ലെങ്കിൽ ഒരു രോഗത്തിൽ നിന്നും മുക്തി നേടുന്നതിനെയും അല്ലെ ഓവർകം എന്ന് പറയും. അല്ലാതെ സോറി, പുൾ ത്രൂ എന്ന് പറയും. മുക്തി നേടുന്നതിന് ഇംഗ്ലീഷിൽ കൺവാലസ് എന്ന് പറയും. കൺവാലസ്. ഇത് സിനോണിംസിലോ വൊക്കാബുലറിയിലോ ഒക്കെ ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും. കൺവാലസ് എന്ന് പറഞ്ഞാൽ
ഒരാളുടെ രോഗം മാറുക. പരീക്ഷയ്ക്ക് പലതവണ ചോദിച്ചിട്ടുള്ള വേർഡാണ് കൺവാലസ് കേട്ടോ. ആ. ഓക്കെ, സുഖപ്പെടുക എന്നാണ് അതിന്റെ അർത്ഥം. രോഗത്തിൽ നിന്ന് മുക്തി നേടുക. അതിന്റെ ഫ്രേസൽ വെർബാണ് പുൾ ത്രൂ. ഓക്കെ, അഞ്ചാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞത് സ്ട്രേഞ്ചർ വോർ ഹിസ് ഷർട്ട് ആൻഡ് സ്റ്റാർട്ടഡ് ഹിസ് ജേർണി. പുള്ളോൺ അല്ല പുട്ടോൺ. പുട്ടോൺ. പുട്ടോൺ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ബേറി. വെയർ, ധരിക്കുക അല്ലേ? വെരി ഗുഡ്, എക്സലന്റ്. സോ ദിസ് ടൈം ദീപ സിറ്റി. Sir, He dashed his new coat and went out for a walk. Put on his new coat. കോട്ട് കണ്ടപ്പോൾ മനസ്സിലായി ധരിക്കലാണ് അല്ലേ? ഉം. ധരിക്കുക എന്ന മലയാളം വാക്കിന് തുല്യമാണ് പുട്ടോൺ. വെയർ അല്ലെ? പുട്ടോൺ. വാച്ച് ധരിക്കുന്നത് പുട്ടോൺ. തൊപ്പി ധരിക്കുന്നത് Put on. പുട്ടോൺ. പാന്റ് ധരിക്കുന്നത് Put on. പുട്ടോൺ. സാരി ധരിക്കുന്നത് Put on. പുട്ടോൺ. ഷർട്ട് ധരിക്കുന്നത്, Put on. കമ്മല് ധരിക്കുന്നത്, Put on. സ്പെക്സ് ധരിക്കുന്നത് ഒക്കെ പുട്ടോണാ. തെറ്റ് ധരിക്കുന്നതോ ആ ധാരണം ഇതല്ല കേട്ടോ. ആ, തെറ്റ് ധരിക്കൽ ഒഴിച്ച് ബാക്കി എല്ലാ ധരിക്കലും പുട്ടോണാണ്, മറക്കണ്ട കേട്ടോ. യെസ്. ഇനി ഏഴാമത്തെ ചോദ്യം. She dashed her new uniform. Put on her new uniform. ഷീ ഡാഷ് യൂണിഫോം പുട്ടോൺ. വെരി ഗുഡ്. യൂണിഫോം കണ്ടപ്പോൾ തന്നെ പുട്ടോൺ. എട്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞ രാജി പ്ലാൻസ് ടു. Raji plans to dash her new dress on the birthday party. Put on. ആ, her new വെരി ഗുഡ്, പുട്ടോൺ. അടുത്ത ഒമ്പതാമത്തെ, വി ഹാവ് ടു ഡാഷ് ദ മീറ്റിംഗ് ആസ് ദർ ഇസ് നോ പവർ സപ്ലൈ. Put off. പുട്ട് ഓഫ്. അതെന്താ അതിന്റെ അർത്ഥം? Postpone ചെയ്യുക. പോസ്റ്റ് പോൺ അല്ലേ? കറണ്ട് ഇല്ലാത്തതുകൊണ്ട് മീറ്റിംഗ് മാറ്റി വെക്കേണ്ടി വന്നു. പത്താമത്തെ ചോദ്യം. Her marriage has been put off till next year. യെസ്, അടുത്ത കൊല്ലത്തേക്ക് മാറ്റി വെച്ചു അല്ലെ മാരേജ്. ഓക്കെ, ഉം. പോസ്റ്റ് പോൺ ചെയ്തു. ഓക്കെ, 11ാമത്തെ ചോദ്യത്തിന് നമുക്കൊരു കാര്യം ചെയ്യാം. ദീപ സിറ്റി കഴിഞ്ഞു. ഭവ്യ, ദ വെഡിങ് ഹാസ് ബീൻ ഡാഷ് അണ്ടിൽ ജൂൺ. Put off. പുട്ട് ഓഫ് അല്ലേ? അതിന്റെ അർത്ഥം എന്താ? Postponed. പോസ്റ്റ് പോൺ. പോസ്റ്റ് പോൺ. ഇത് വിയോന്റെ എല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് അറിയാം ഇതിന്റെ ഫ്രീക്വൻസി, ഇത് എങ്ങനെയാ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് എന്നുള്ളത്. അടുത്ത ചോദ്യം, Put ഫൈൻഡ് off. ഔട്ട് ഫ്രേസൽ വിച്ച് മീൻസ് പോസ്റ്റ് പോൺ. Put off. Postponed. പുട്ട് ഓഫ് ഇങ്ങനെയും ചോദിക്കുന്നു, മനസ്സിലായില്ലേ? 13ാമത്തെ ചോദ്യം, ഹി ഹാസ് ഡിസൈഡഡ് ടു ഡാഷ് ഹിസ് വിസിറ്റ് ടു ചെന്നൈ. Put off. ചെന്നൈയിലേക്കുള്ള യാത്ര പുട്ട് ഓഫ് Postpone ചെയ്തു. മാറ്റി വെക്കാൻ വേണ്ടി, പോസ്റ്റ് പോൺ ചെയ്യാൻ വേണ്ടി. വെരി ഗുഡ്. 14ാമത്തെ ചോദ്യം, The മീറ്റിംഗ് വാസ് meeting was put off. Put off to a later date. It was put off to a later date. Later പിന്നീട് ഒരു date. ഡേറ്റിലേക്ക് മാറ്റി വെച്ചു അല്ലേ? Ah. Good. 15ാമത്തെ The- ചോദ്യം, the decision was dashed till the next meeting. Put off till the next meeting. വെരി ഗുഡ്. അടുത്ത മീറ്റിംഗിലേക്ക് മാറ്റി വെച്ചു. 16, ചൂസ് ദ കറക്റ്റ് ഫ്രേസൽ വെർബ് VPRS 1000 ടു ഡെപ്പോസിറ്റ്. ഡെപ്പോസിറ്റ് ആയിട്ട് 10,000 രൂപ 10,000 ആണ് പേ ചെയ്തു. We pay rupees 10,000 deposit. Put into വരുമോ? പുട്ടിൻ്റെ അതെങ്ങനെയാ? ഒന്ന് പുട്ട് ബാക്ക് എന്തായാലും അല്ല, തിരിച്ചെടുക്കല്. അങ്ങനത്തെ ഒരു ഫ്രേസിൽ നമ്മൾ യൂസ് ചെയ്യല്ല. പിന്നെ പുട്ട് ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താ? താഴെ വെക്കല്, അടിച്ചമർത്തല് അല്ലേ? Suppress. സപ്രസ് ഒക്കെയാ വരുന്നത്. പുട്ട് ബൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ സെറ്റ് സൈഡ് പൈസയൊക്കെ മാറ്റി വെക്കാം, നീക്കി വെക്കുക. പക്ഷെ ഇവിടെ അതല്ല, ഇവിടെ പൈസ പേ ചെയ്തു എന്നുള്ള അർത്ഥത്തില് പുട്ടിൻഡു കേട്ടോ. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഉത്തരത്തിലേക്ക് എത്തേണ്ടത്. നമ്മൾ പഠിച്ചിട്ടില്ല, അതിപ്പോ പഠിക്കുമായിരിക്കും. ഓക്കെ, 17ാമത്തത്, സേവിയർ ഈസ് പ്രോബബ്ലി ഗോയിങ് ടു ഹാവ് ദ കാറ്റ് ഡാഷ് നെക്സ്റ്റ് വീക്ക്. Saver is probably going to have the cat dash next week. നമ്മളത് പഠിച്ചിട്ടില്ല. എന്നാ തൽക്കാലം എടുക്കില്ല. ഞാൻ കുറച്ചുണ്ടായിരിക്കും, പിന്നെയും വരാം. അതിലേക്ക് വരാം. ഇതിന്റെ കിട്ടണ്ടാണല്ലോ 18. Lena dash new ideas about New Year celebration. Lena dash new idea. Set out യാത്രയ്ക്ക് put forward. ഐഡിയ ആണ്, ഐഡിയ. അപ്പൊ സ്വാഭാവികമായിട്ട് സജസ്റ്റ് ചെയ്യലാണ് അല്ലേ?
മുന്നോട്ട് വെക്കലാണ്. സജസ്റ്റ് ആൻ ഐഡിയ, അതായത് പുട്ട് ഫോർവേഡ് ആണ്. അടുത്തത് 19. ഹി ഡാഷ് സം യൂസ്ഫുൾ ടിപ്സ്. Put forward. യൂസ്ഫുൾ ടിപ്സ് To മുന്നോട്ട് വെച്ചു suggest. അല്ലേ? പുട്ട് ഫോർവേഡ്. 20. യൂസ് എ ഫ്രേസൽ വെർബ്. ഹി ഡസ് നോട്ട് എനി മിസ്ബിഹേവിയർ ഇൻ ഹിസ് ക്ലാസ്. Tolerate ചെയ്യാൻ പറ്റും. Put up with. പുട്ടപ്പ് വിത്ത്, സഹിക്കുക അല്ലേ? ഗുഡ്. അപ്പൊ 20 ചോദ്യമായി. ഇനി നമുക്ക് കുറച്ച് വാക്കുകൾ പഠിച്ചിട്ട് ചോദ്യം ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു. നമ്മൾ ലാസ്റ്റ് പഠിച്ച വേർഡ് ഏതാ? 20-ാമത്തെ Look up. ലുക്കപ്പാ? ആ. ഓക്കെ. ലുക്കപ്പ് അല്ലേ? ഓക്കെ. 20. ഗുഡ്. ഡിക്ഷണറി നോക്കുക. 21-ാമത്തെ വേർഡ് ലുക്ക് ഫോർവേഡ് ടു. ലുക്ക് ഫോർവേഡ് ടു എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുക. ടു അവൈറ്റ്, എക്സ്പെക്ട്. വി ലുക്ക് ഫോർവേഡ് ടു യുവർ പ്രോഗ്രാം. വി ആർ ലുക്കിംഗ് ഫോർവേഡ് ടു ഗോയിങ് ടു സ്വിറ്റ്സർലാൻഡ് നെക്സ്റ്റ് മന്ത്. നമ്മൾ വളരെയധികം പ്രതീക്ഷയോട് കാത്തിരിക്കാൻ ഒരു കാര്യത്തെക്കുറിച്ച് എന്നാണ്. ഓക്കെ, അവൈറ്റ് ഓർ എക്സ്പെക്ട്. നിങ്ങളൊരു കാര്യം ഇവിടെ ശ്രദ്ധിക്കണം. 2 രീതിയിലുള്ള ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വരാറുണ്ട്. ലുക്ക് ഫോർവേഡ് കഴിഞ്ഞാൽ ഒരു ടു ഉണ്ട്. ലുക്ക് ഫോർവേഡ് ടു ആണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇനി അടുത്തത്, ഈ ലുക്ക് ഫോർവേഡ് ടു കഴിഞ്ഞാൽ ജെറൻഡേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ING വേണം വെർബിന്. സാധാരണ 2 കഴിഞ്ഞാൽ V1 ആണ് യൂസ് ചെയ്യുക, 2+. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇത് ലുക്ക് ഫോർവേഡ് ടു എന്ന് പറയുന്നതിൻ്റെ കൂടെയുള്ള 2 ആണിത്. ഇത് കഴിഞ്ഞിട്ട് ജെറൻഡേ പാടുള്ളൂ. സോ ഇവിടെ നോക്കിയാൽ നിങ്ങൾ ഇപ്പോൾ വി ലുക്ക് ഫോർവേഡ് ടു യുവർ പ്രോഗ്രാമിനകത്ത് വെർബില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. അടുത്തത് നോക്കിയേ, വി ആർ ലുക്കിംഗ് ഫോർവേഡ് ടു. ഈ 2 കഴിഞ്ഞിട്ട് ഗോയിങ് എന്നാണ്, ഗോ എന്നല്ല. മനസ്സിലാക്കണം. അപ്പോൾ ആ ഒരു ആംഗിളിലൂടെയുള്ള ചോദ്യം പരീക്ഷയ്ക്ക് സാധ്യതയുണ്ട്. പലതവണ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ലുക്ക് ഫോർവേഡ് ടുൻ്റെ ആ റൂൾ ഞാൻ പറഞ്ഞത്. ലുക്ക് ഫോർവേഡ് ടു പ്ലസ് ജെറൻഡ്. ഓക്കെ, ഇനി നമ്മുടെ പോയിന്റിലേക്ക് വരാം. ലുക്ക് ഫോർവേഡ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്രേസൽ വെർബാണ്. അതിൻ്റെ അർത്ഥം എവൈറ്റ്, കാത്തിരിക്കുക എന്നാണ്. ഇനി നമ്മളെ തൊട്ടടുത്ത വേർഡ് എന്ന് പറയുന്നത് ലുക്ക് ഇൻ ടു ആണ്. ലുക്ക് ഇൻ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമിൻ, പരിശോധിക്കുക എന്നാണ്. ദ ഗവൺമെന്റ് സെറ്റപ്പ് എ കമ്മിറ്റി ടു ലുക്ക് ഇൻ ടു ദ പ്രോബ്ലം. ഓക്കെ, ലുക്ക് ഇൻ ടു ദ പ്രോബ്ലം, പരിശോധിക്കുക. എന്താ സൂര്യ? എക്സാമിൻ സർ. ലുക്ക് ഇൻടു എക്സാമിൻ. ലുക്ക് ഇൻ ടു എന്ന് പറഞ്ഞാൽ പരിശോധിക്കുക. മറക്കാൻ പാടില്ല. ലുക്ക് ഇൻ ടു എന്ന് പറഞ്ഞാൽ പരിശോധിക്കുക. മറക്കോ? ഇല്ല. ഇല്ല. അപ്പോ ഞാൻ ചോദിക്കട്ടെ, ലുക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ലുക്ക് ആഫ്റ്റർ റിസംബിൾ. സോറി സർ, റിസംബിൾ അല്ല, ടേക്ക് കെയർ ഓഫ്. ആ, ലുക്ക് ആഫ്റ്റർ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ലുക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മളതിലെ ടേക്ക് കെയർ ഓഫ്, സംരക്ഷിക്കുക എന്നാണ് അല്ലേ? സംരക്ഷിക്കുക. ലുക്കപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ലുക്കപ്പ് ലുക്കപ്പ് സെർച്ച്. ലുക്കപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് മുമ്പിൽ എന്ത് ഓർമ്മ വരണം? ഡിക്ഷണറി, അതേപോലെ ഒരു അല്ലേ? ഓർമ്മ വരണം. ലുക്കപ്പ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ലിസ്റ്റിലോ ഡിക്ഷണറിയിലോ നമ്മളിങ്ങനെ തിരയുന്നതിനെയാണ്. ഓക്കെ, യെസ്. ഇനി ഞാൻ വേറൊരു വാക്ക് ചോദിച്ചോട്ടെ. കാണാൻ ഒരുപോലെ ഇരിക്കില്ല, റിസംബിൾ. അതിന്റെ ഇംഗ്ലീഷ് എന്താ? ടേക്ക് ആഫ്റ്റർ. ടേക്ക് ആഫ്റ്റർ അല്ലേ? വെരി ഗുഡ്. ലുക്ക് ആഫ്റ്റർ സംരക്ഷിക്കുക, റിസംബിൾ അല്ലേ? ഓക്കെ. ഒരാളെ യാത്ര അയക്കുന്നതിന് നമ്മൾ എന്താ ഇംഗ്ലീഷ് പറയും? യാത്ര അയക്കുക, ഓഫ് അല്ലേ? ഓക്കെ ഓക്കെ, അപ്പൊ അതൊക്കെ അറിയാം. വെരി ഗുഡ്. അപ്പൊ ഇപ്പൊ നമ്മൾ പഠിച്ച എക്സാമിനാണ്. എക്സാമിൻ എന്ന് പറഞ്ഞാൽ പരിശോധിക്കുക എന്നതിന് ഇംഗ്ലീഷിൽ എന്താ പറയാ? ലുക്ക് ഇൻ ടു. ലുക്ക് ഇൻ ടു, ലുക്ക് ഇൻ ടു അല്ലേ? ഗുഡ്. ഇനി അടുത്ത വേർഡാണ് ലുക്ക് ഡൗൺ അപ്പോൺ. ലുക്ക് ഡൗൺ അപ്പോൺ എന്ന് പറഞ്ഞാൽ പുച്ഛത്തോടെ കാണുക എന്നാണ്. ടു ഡെസ്പൈറ്റ്, പുച്ഛത്തോടു കൂടി കാണുക.
ലുക്ക് ഡൗൺ അപ്പോൺ എന്ന് പറഞ്ഞാൽ പുച്ഛത്തോടു കൂടി കാണുക. ഐ ലുക്ക് ഡൗൺ അപ്പോൺ മെൻ വിത്ത് ഹോട്ടിനെസ്. അഹങ്കാരമുള്ള ആളുകളെ ഞാൻ പുച്ഛത്തോടു കൂടി കാണുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. ലുക്ക് ഡൗൺ അപ്പോൺ. ഓക്കെ, ഇനി ശ്രദ്ധിക്കണേ, ഇതിന് ലുക്ക് ഡൗൺ ഓൺ എന്ന് പറഞ്ഞാലും സെയിം മീനിങ് ആണ്. ലുക്ക് ഡൗൺ ഓൺ ഈക്വൽ ടു ലുക്ക് ഡൗൺ അപ്പോൺ. പക്ഷേ നോട്ട് ഈക്വൽ ടു ലുക്ക് ഡൗൺ അപ്പ് ഓൺ. പരീക്ഷയ്ക്ക് ഇങ്ങനെ തരും, ചിലപ്പോൾ അപ്പ് വേറെ ഓൺ തരും. അങ്ങനെയല്ല, അപ്പോണാണ്. പരീക്ഷ ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഈ ചോദ്യം ഇവിടെ തരുന്നത്. ഓപ്ഷനിൽ ഇത് കണ്ടപ്പോൾ എല്ലാവരും വെച്ചാൽ ഒരു അപ്പോണാന്നല്ല, ഇത് അപ്പ് വേറെ ഓൺ വേറെയാണ്. അപ്പ് ഒരു പ്രപ്പോസിഷനാണ്, ഓൺ ഒരു പ്രപ്പോസിഷനാണ്, അപ്പോൺ വേറൊരു പ്രപ്പോസിഷനാണ്. മനസ്സിലായില്ലേ? അപ്പം ലുക്ക് ഡൗൺ ഓണും ലുക്ക് ഡൗൺ അപ്പോണും നമുക്ക് ഉപയോഗിക്കാം, രണ്ടിൻ്റെ ഒരേ അർത്ഥമാണ്. പക്ഷെ ലുക്ക് ഡൗൺ അപ്പ് പ്ലസ് ഓൺ. ഞാൻ പറഞ്ഞ മനസ്സിലായോ മേരി? മനസ്സിലായി സാർ. എന്നാൽ ലുക്ക് ഡൗൺ അപ്പോൺ എന്ന് പറഞ്ഞാൽ എന്താ മേരി പറ? ടു ഡെസ്പൈസ്, പുച്ഛത്തോട് നോക്കുക. ഓക്കെ ഓക്കെ. പിന്നെ ഈ എത്തിച്ചേരുക എന്നുള്ളതിന്റെ ഫ്രേസിൽ വെർബ് എന്താ മേരി? അറൈവ് ചെയ്യുക, ടേൺ അപ്പ് സാർ. ടേൺ അപ്പ്. വെരി ഗുഡ്, എക്സലന്റ്, താങ്ക് യു. ഇനി അടുത്ത വേർഡ് എന്ന് പറയുന്നത് മേക്ക് ഔട്ട് ആണ്. മേക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ അറിയാത്തവരുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മേക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡ്, മനസ്സിലാക്കുക. ഇത് PSC പരീക്ഷയുടെ പ്രിയപ്പെട്ട വേർഡാണ്. എത്ര തവണ ചോദിച്ചെന്ന് പറയാൻ പറ്റില്ല, അത്രയധികം റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു വേർഡാണ് മേക്ക് ഔട്ട് എന്ന് പറയുന്നത്. ഐ കാൻ മേക്ക് ഔട്ട് വാട്ട് ഹി വാസ് സേയിങ്. അദ്ദേഹം എന്താ പറയുന്നത് എനിക്ക് അറിയില്ലായിരുന്നു, എനിക്ക് മനസ്സിലാക്കാൻ കഴിയില്ലായിരുന്നു. ഓക്കെ, ഐ കുഡിന്റ് മേക്ക് ഔട്ട്. Did you make out? Bhavya, can you make out? Making out what I am saying? Surya? Yes, sir. Sir. Okay. Good. ഇനി അടുത്ത വേർഡ് രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് കം ഓഫ്, മറ്റൊന്ന് കം അബൌട്ട്. രണ്ടിൻ്റെ അർത്ഥം സംഭവിക്കുക എന്നാണ്. കം ഓഫും കം അബൌട്ടും സംഭവിക്കുക എന്നാണ്. അതിനെന്താ ചോദിച്ചാൽ ലുക്ക് ഡൗൺ അപ്പ് ഓൺ അങ്ങനെ പ്രയോഗം ഇല്ല, അതുകൊണ്ടാണ് കേട്ടോ, അത് തെറ്റാണ്. അപ്പൊ കം എബൌട്ടും കം ഓഫും സംഭവിക്കുക. when did it come off? എപ്പോഴാണ് ഇത് സംഭവിച്ചത്? can you tell me how the accident came about? എങ്ങനെയാണ് ആക്സിഡന്റ് സംഭവിച്ചതെന്ന് പറയാമോ? ഇതിൻ്റെ ഇടയിൽ ഒരു കാര്യമുണ്ട്, സക്സീഡ് എന്ന അർത്ഥം ആർക്കുണ്ട്? കം ഓഫിനുണ്ട്. അപ്പൊ കം ഓഫിന് സംഭവിക്കുക, ഹാപ്പൻ എന്നും സക്സീഡ് എന്നും അർത്ഥമുണ്ട്. അതുകൂടി അതിൻ്റെ കൂടെ ഓർത്തിരിക്കേണ്ടതുണ്ട്. ഇനി നമ്മൾ അടുത്ത പ്രധാനപ്പെട്ട വേർഡിലേക്ക് പോവാണ്, കമക്രോസ്. വാട്ട് ഈസ് കമക്രോസ്? കമക്രോസ് എന്ന് പറഞ്ഞാൽ കാണാനിടയാവുക എന്നാണ്. ടു മീറ്റ് ബൈ ചാൻസ്, ആകസ്മികമായി കണ്ടുമുട്ടുക. ഷി കേം അക്രോസ് സം ഓൾഡ് ഫോട്ടോഗ്രാഫ്സ് ഇൻ എ ഡ്രോയർ. ഡ്രോയർ തുറന്നപ്പോ, ഡ്രോയർ എന്ന് പറഞ്ഞാൽ എന്താ, മനുഷ്യന്മാരിടുന്ന ഡ്രോയർ അല്ല കേട്ടോ, നമ്മൾ ടേബിളിന്റെ ഡ്രോയർ ഉണ്ടല്ലോ, വലിപ്പ്. ആ വലിപ്പ് തുറന്നപ്പോൾ അതിനകത്ത് എന്ത് കെയിം അക്രോസ്? വാട്ട് ഡിഡ് ഷീ കം അക്രോസ്? ഷീ കെയിം അക്രോസ് സം ഓൾഡ് ഫോട്ടോഗ്രാഫ്സ്. പഴയ കുറച്ച് ഫോട്ടോസ് കാണാനിടയായി. അപ്പൊ നമ്മളിങ്ങനെ അങ്ങാടി കൂടെ നടക്കുകയാണ്. ഇപ്പൊ സൂര്യ അങ്ങാടി കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ അതാ അപ്രതീക്ഷിതമായിട്ട് ദീപനെ കാണുന്നു. ദീപനെ ഒരിക്കലും അവിടെ സൂര്യ പ്രതീക്ഷിച്ചിട്ടില്ല. സോ ദീപ, അപ്പൊ ദീപ പറയും ഐ കെയിം അക്രോസ് സൂര്യ. ഓക്കെ, കെയിം അക്രോസ് യാദൃശ്ചികമായിട്ട് കണ്ടുമുട്ടുന്നതിനെയാണ് അങ്ങനെ പറയാം. അടുത്ത വേർഡ് എന്ന് പറഞ്ഞാൽ ഗോ ഓഫ് ആണ്. ഗോ ഓഫ് എന്ന് പറഞ്ഞാൽ പൊട്ടിത്തെറിക്കുക എന്നാണ്, സ്ഫോടനം ഉണ്ടാവുക. ടു എക്സ്പ്ലോർ. ദ ബോംബ് വെന്റ് ഓഫ് ഇൻ എ ക്രൗഡഡ് സ്ട്രീറ്റ്. ഒരു വലിയ ആൾക്കൂട്ടം നിറഞ്ഞ ഒരു സ്ട്രീറ്റിൽ ബോംബ് പൊട്ടിത്തെറിച്ചു. ഓക്കെ, അപ്പോൾ എക്സ്പ്ലോർ എന്നാണ് ഗോ ഓഫിന്റെ അർത്ഥം. നെക്സ്റ്റ് വേർഡ് ഈസ് ഗോ ത്രൂ. ഗോ ത്രൂ എന്ന് പറഞ്ഞാൽ വായിക്കുക എന്നാണ്. എക്സാമിൻ ഓർ റീഡ്. ഒരു പേപ്പർ വായിക്കുക, ദാറ്റ് ഈസ് ഗോ ത്രൂ, ഗോയിങ് ത്രൂ. ഐ എം ഗോയിങ് ത്രൂ ദ ന്യൂസ് പേപ്പർ, ഐ എം ഗോയിങ് ത്രൂ ദ ലെറ്റർ. അങ്ങനെ എന്തെങ്കിലും ഒരു സംഗതിയെ കുറിച്ച് വായിക്കുന്നതിനെയാണ് നമ്മൾ ഗോ ത്രൂ എന്ന് പറയുന്നത്. ഓക്കെ, ഗോ ത്രൂ മറക്കണ്ട. ഷീ വെന്റ് ത്രൂ. ഗോന്റെ പാസ്റ്റ് ആണല്ലോ വെന്റ്. അപ്പൊ ഷീ വെന്റ് ത്രൂ അത് അക്കൗണ്ട് രജിസ്റ്റർ വായിച്ചു, അത്രേ ഉള്ളൂ, അല്ലെ പരിശോധിച്ചു.
എന്നാൽ വേറൊരു വേർഡ് ഉണ്ട്, അതിന് തുല്യമായിട്ടുള്ള ഗോ ഓവർ. അതിൻ്റെ അർത്ഥവും എക്സാമിൻ ഓർ ചെക്ക് എന്നാണ്. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം 3 വാക്കുകൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന് പറയട്ടെ. ഒന്ന് റീഡ്. നമ്മൾ പുസ്തകമൊക്കെ വായിക്കുന്നതിന് റീഡ് എന്ന് പറയില്ലേ, ആ റീഡ് എന്ന് പറയുന്നതിന് കുറച്ചും കൂടെ ഒരു സീരിയസ്നെസ് കൂടുമ്പോൾ ഗോ ത്രൂ എന്ന് പറയാം. സീരിയസ് ആയിട്ടുള്ള വായന. ദാറ്റ് മീൻസ് അത് എക്സാമിനാണ്, അല്ല റീഡിംഗ് ആണ്. കുറച്ചും കൂടെ ആഴത്തിൽ നമ്മൾ വളരെ സൂക്ഷ്മമായ വായനയാണെങ്കിൽ അതൊരു തരം ചെക്കിംഗ് ആണ്. അപ്പം നമുക്കതിന് ഗോ ഓവർ എന്ന് പറയാം. ചുരുക്കി പറഞ്ഞാൽ ഇത് 3ഉം എന്താണ്? വായനയാണ്, റീഡിംഗ് ആണ്. സാധാരണ റീഡ്, നോർമൽ റീഡ്. കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ള വായനയാണെങ്കിൽ ഗോ ത്രൂ. എന്നാൽ ഇത് ചെക്ക് ചെയ്യുന്ന പരിപാടിയാണെങ്കിൽ ഗോ ഓവർ. കുട്ടികൾ പരീക്ഷയ്ക്ക് എഴുതി കഴിയുമ്പോൾ ടീച്ചേഴ്സ് പറയാറുണ്ട് കുട്ടികളോട്, നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ആൻസർ ഷീറ്റ് ഒന്ന് വായിച്ച് നന്നായിട്ട് പരിശോധിക്കണേ എന്ന്. യു ഹാവ് ടു ഗോ ഓവർ ദ ആൻസർ ഷീറ്റ്സ് ബിഫോർ യു സബ്മിറ്റ് ഇറ്റ്. ഗോ ഓവർ യുവർ ആൻസർ ഷീറ്റ്സ് ബിഫോർ യു സബ്മിറ്റ് ഇറ്റ്. ഗോ ഓവർ മറക്കരുത് കേട്ടോ. അപ്പോൾ ഗോ ത്രൂം ഗോ ഓവറും മറക്കരുതേ. ഗോ ത്രൂ, ഗോ ഓവർ. ദീപാസിറ്റിയെ Sir, നമ്മൾ വായിക്കുന്നതിന് ഉപയോഗിക്കുന്ന 2, അതായത് പരിശോധിക്കുക, എക്സാമിന് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന 2 വാക്കുകൾ പറ. go through, go over. ആ, ഒന്ന് ഗോ ത്രൂ, അത് കുറച്ചുകൂടെ ചെക്ക് ചെയ്യുന്ന പരിപാടിയാണെങ്കിൽ Go over. ഗോ ഓവർ. ഇനി അതുപോലെ നമ്മൾ യാദൃശ്യമായിട്ട് ഒരാളെ വഴിയിലൊക്കെ വെച്ച് കണ്ടുമുട്ടുക. Come across. വേറെ വേർഡ് റൺ ഇൻ ടു. സോറി, അത് ഇതിന് ഈക്വൽ ആട്ടോ. എന്താണ്? Run into. ഓക്കെ. അടുത്ത വേർഡ് എന്ന് പറയുന്നത് ഗോ ഫോർ ആണ്. ഗോ ഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റാക്ക്, ആക്രമിക്കുക എന്നാണ്. ഷീ വെന്റ് ഫോർ, അവൾ ആക്രമിച്ചു. ഹിം വിത്ത് എ നൈഫ്, ഒരു കത്തി കൊണ്ട് ആക്രമിച്ചു. ഈ ഗോ ഫോർ ഈക്വലായ ഒരു വേർഡ് ഉണ്ട്, ഗോ അറ്റ്. ഗോ അറ്റ് എന്ന് പറഞ്ഞാൽ ഇത് അവിടെ ഉണ്ടാവും, നോക്കാം. ആക്രമിക്കുക അവിടെ ഇല്ലേ? ഗോ ഫോർ ഇല്ല. ഗോ ഫോറും ഗോ അറ്റും കേട്ടോ, നിങ്ങളത് പഠിച്ചു വെക്കണം. ഇവിടെ ഉണ്ടോ? ഇല്ല. ഗോ ഫോറും ഗോ അറ്റും, ആക്രമിക്കുക. ഏതൊക്കെയാണ് മേരി? ആക്രമിക്കുക, ഗോ ഫോറും ഗോ അറ്റും. ഗുഡ്. അടുത്തത് ഗോ ഓൺ, കണ്ടിന്യൂ, തുടരുക. ഹി വെന്റ് ഓൺ വർക്കിംഗ് അണ്ടിൽ 12 o'clock. അടുത്ത വേർഡ് ഗോ അറ്റ്. ഇതാ ആക്രമിക്കുക, ടു അറ്റാക്ക്. ദ വെന്റ് അറ്റ് ഈച്ച് അതർ ഫ്യൂരിയസ്ലി. അവർ ഭയങ്കര ഘോരമായിട്ട് ആക്രമിച്ചു അല്ലേ? വെന്റ് അറ്റ്, പരസ്പരം ആക്രമിച്ചു. ഗോ അറ്റ് പാസ്റ്റ് ആണ്, വെന്റ് അറ്റ്. എത്ര വാക്കായി എന്ന് ആർക്കും പറയാമോ? അപ്പോൾ അറിയില്ല, നമ്പർ ഇട്ടില്ല. 33 സർ. ഗോ അറ്റും. വെരി ഗുഡ്. നെക്സ്റ്റ് വേർഡ് ഇസ് ബ്രിങ് അപ്പ്. ബ്രിങ് അപ്പ് എന്ന് പറഞ്ഞാൽ വളർത്തുക എന്നാണ്. വളർത്തുക. റേസ് എ ചൈൽഡ്, ഒരു നർച്ചർ, വളർത്തുക. ഷീ ബ്രോഡ് അപ്പ് 5 children. അവൾ 5 കുട്ടികളെ വളർത്തി. ഈ ബ്രിങ്ങിന്റെ പാസ്റ്റ് ആണ് ബ്രോട്ട്. ബ്രിങ് അപ്പ്, ബ്രോട്ട് മറക്കരുത്. സൂര്യ, ആക്രമിക്കുക എന്നുള്ളതിന്റെ 2 വാക്കെന്താ? Go off-ഉം go at-ഉം. ഗോ ഫോറും go at-ഉം. ഗോ അറ്റും ഗോ ഫോറും അല്ലേ? ആക്രമിക്കുക അല്ലേ? ഒരു കത്തി എടുത്തിട്ട് ഒരാളെ ആക്രമിക്കുക എന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് പറയാം ഹി വെന്റ് അറ്റ് അല്ലേ? അടുത്തത് ബ്രേക്ക് ഇൻ ടു. വാട്ട് ഈസ് ബ്രേക്കിംഗ് ഇൻ ടു? എൻ്റർ ബൈ ഫോഴ്സ്. വി ഹാഡ് ടു ബ്രേക്ക് ഇൻ ടു ദ ഹൗസ് ആസ് വി ഹാഡ് ലോസ്റ്റ് ദ കീ. താക്കോൽ ഇഷ്ടപ്പെട്ടപ്പോൾ വീട് കുത്തിപ്പൊളിക്കേണ്ടത്, കുത്തിപ്പൊളിക്കുക, ബലമായി പ്രവേശിക്കുക. എൻ്റർ ബൈ ഫോഴ്സ്, ദാറ്റ് ഈസ് ബ്രേക്കിംഗ് ഇൻ ടു. ദീപാ സീറ്റിയെ ബ്രേക്ക് ഇൻ ടു എന്ന് പറഞ്ഞാൽ എന്താ?
Sir, back into. ബ്രേക്ക് എന്ന് പറഞ്ഞാൽ എന്താ? To enter by force. വെരി ഗുഡ്. ഓക്കെ, താങ്ക് യു. ഇനി അടുത്ത് ബ്രേക്ക് ഔട്ട്. ബ്രേക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ പൊട്ടിപ്പുറപ്പെടുക. ടു സ്റ്റാർട്ട് സഡൻലി. അതെന്താണ്? യുദ്ധം, വാറോ റയട്ടോ ആവാം, റിബല്യണോ വാറോ റയട്ടോ എന്തോ ആവാം. അത് പൊട്ടിപ്പുറപ്പെടുന്നതിനെയാണ് സ്റ്റാർട്ട് സഡൻലി എന്ന് പറയുന്നത് കേട്ടോ. പുറപ്പെടാന്ന് പറയുമ്പോൾ വേറെ പുറപ്പെടലല്ല, പൊട്ടിപ്പുറപ്പെടുക. എന്ത്? യുദ്ധം അല്ലെങ്കിൽ ലഹള, അങ്ങനെയുള്ള എന്തെങ്കിലും സംഭവം. ഹി പ്രഡിക്റ്റഡ് വെൻ വാർ വുഡ് ബ്രേക്ക് ഔട്ട്. എപ്പോൾ യുദ്ധം പൊട്ടിപ്പുറപ്പെടുമെന്ന് അദ്ദേഹം പ്രഡിക്റ്റ് ചെയ്തു, മുൻകൂട്ടി പറഞ്ഞു. ഓക്കെ, ബ്രേക്ക് വെച്ചിട്ട് വേറൊരു വാർഡ് ഇല്ല. ഇനി കോളോൺ ആണ്. കോളോൺ എല്ലാവർക്കും അറിയാം. ടു വിസിറ്റ് എ പേഴ്സൺ, ഒരു വ്യക്തിയെ സന്ദർശിക്കുന്നതിന് നമ്മൾ കോളോൺ എന്ന് പറയാം. കോൾ അറ്റ് എന്ന് പറഞ്ഞാൽ വിസിറ്റ് പ്ലേസ് ആണ്, സ്ഥലം സന്ദർശിക്കലാണ്. അപ്പോൾ കോളോണും കോൾ അറ്റും മാറിപ്പോകാൻ പാടില്ല. അതെങ്ങനെ മാറാതിരിക്കാൻ നിങ്ങൾ ഇങ്ങനെ ഓർത്താൽ മതി. കോൾ ഓൺ എന്ന് പറഞ്ഞാൽ വിസിറ്റ് ആണ് അല്ലേ, സന്ദർശിക്കുക എന്നാണ്. കോൾ അറ്റ് എന്ന് പറഞ്ഞാലും സന്ദർശിക്കലാണ്. ഈ കോൾ ഓൺ എന്ന് പറയുമ്പോൾ നമ്മളെ നാട്ടിലൊക്കെ അവൻ എന്നതിന് ഇംഗ്ലീഷിൽ മലയാളത്തിൽ ഓന് എന്നാ പറയാ. ഓൺ. അപ്പോൾ ഓനെ സന്ദർശിക്കുക ഒരു വ്യക്തിയാണ്, അതിന് കോൾ ഓൺ. ഒരു സ്ഥലത്തിൻ്റെ മുമ്പിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രപ്പോസിഷൻ അല്ലേ, അറ്റാണ്. അറ്റ് ദ ബാങ്ക്, അറ്റ് ദ പോസ്റ്റ് ഓഫീസ് എന്ന് പറഞ്ഞാൽ അല്ലേ. അപ്പോൾ സ്ഥലത്തെ സൂചിപ്പിക്കുന്ന കോൾ അറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലം സന്ദർശിക്കുക. ദ ചീഫ് മിനിസ്റ്റർ കോൾഡ് അറ്റ് ദ ഫ്ലഡ് അഫ്ലിക്റ്റഡ് ഏരിയ. ചീഫ് മിനിസ്റ്റർ, മുഖ്യമന്ത്രി പ്രളയബാധിത പ്രദേശം സന്ദർശിച്ചു എന്നാണ് അവിടെ പറഞ്ഞത്. അതുകൊണ്ടാണ് കോൾ അറ്റ് വരുന്നത്. ഇല്ലേ കോൾ ഓൺ ആയിരുന്നു വേണ്ടി വന്നിരുന്നത് വ്യക്തിയായിരുന്നെങ്കിൽ. നെക്സ്റ്റ് കോൾ ഓഫ്. കോൾ ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ? ക്യാൻസൽ, റദ്ദാക്കുക. നമ്മൾ പോസ്റ്റ് പോൺ എന്നതിന് വേറെ അർത്ഥം പഠിച്ചിട്ടുണ്ടല്ലോ. ഭവ്യ എന്ന് പറഞ്ഞ പോസ്റ്റ് പോൺ, മീറ്റിംഗ് ഒക്കെ പോസ്റ്റ് പോൺ ചെയ്യുന്നതിന് എന്താ പറഞ്ഞ ഭവ്യ? പുട്ട് ഓഫോ? അത് തന്നെ കേട്ടോ, പുട്ട് ഓഫ്. അത് തന്നെ. എവിടെ പറഞ്ഞു? ഞാൻ തന്നെ പറയേണ്ടി വന്നു. സൂര്യ, അപ്പൊ കോൾ ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ? കോൾ ഓഫ് ക്യാൻസൽ. ഗുഡ്, റദ്ദാക്കുക. ദ ഗെയിം വാസ് കോൾഡ് ഓഫ് എന്ന് പറഞ്ഞാൽ ഗെയിം ഒഴിവാക്കിയെന്നാണ്. ബിക്കോസ് ഓഫ് ദ ബാഡ് വെതർ, മാറ്റിവെച്ചു എന്നല്ല. ഇനി അടുത്ത വേർഡ് കോൾ ഫോർ ആണ്. ഡിമാൻഡ്, ആവശ്യപ്പെടുന്നത്. സിറ്റുവേഷൻ കോൾസ് ഫോർ പ്രോംപ്റ്റ് ആക്ഷൻ. ഓക്കെ, ഇനി ലാസ്റ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ള വേർഡ് എന്ന് പറയുന്നത് കോൾ ഔട്ട് ആണ്. സമ്മൺ ഓർ ഓർഡർ, ഔദ്യോഗികമായി വിളിച്ചു വരുത്തുക. ദ ആർമി വാസ് കോൾഡ് ഔട്ട് ടു ഹെൽപ്പ് ഫയർ ഫൈറ്റേഴ്സിന് സഹായിക്കാൻ വേണ്ടി സൈന്യത്തെ വിളിച്ചു വരുത്തി. കോൾ ഔട്ട്. പിന്നെ ടു സേ സംതിങ് ഇൻ എ ലൗഡ് വോയിസ്, എന്തെങ്കിലും ഒരു സംഗതി ഉറക്കെ വിളിച്ചു പറയുന്നതിന് നമുക്ക് കോൾ ഔട്ട് എന്ന് പറയും. someone in the crowd called out his name. ആരോ ഉറക്കെ വിളിച്ചു പറഞ്ഞു അല്ലേ, പേര് വിളിച്ചു പറഞ്ഞു. അപ്പോൾ കോൾ ഔട്ട് എന്ന് പറഞ്ഞാൽ ഒന്ന് വിളിച്ചു പറയാന്ന് അർത്ഥം കേട്ടോ. ഉറക്കെ വിളിച്ചു പറയുന്നതിന് കോൾ ഔട്ട് പറയും. ഔദ്യോഗികമായി വിളിച്ചു വരുത്തുക എന്നും കോൾ ഔട്ട് പറഞ്ഞ വാക്കുകൊണ്ട് പറയാൻ സാധിക്കും. അപ്പം ഞാനതൊരു അഡീഷണൽ വേർഡ് പറഞ്ഞ റൺ ഇൻ ടു ആണ്. എന്താ റൺ ഇൻ ടു എന്ന് പറഞ്ഞാൽ? കം അക്രോസ്. കം അക്രോസ്, കാണാനിടയാവുക. പിന്നെ നമ്മളിപ്പോൾ റണ്ണ് വെച്ചിട്ട് തന്നെ റൺ ഇൻറ്റു മതി. ഓക്കെ, യെസ്. അപ്പോൾ ഇത്രയും വാക്കുകളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. വാക്കുകളൊക്കെ ഒന്ന് റിവൈസ് ചെയ്യണേ. സമയക്കുറവ് മൂലം ഞാൻ ചെയ്യുന്നില്ല. അപ്പം നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. ഇതിപ്പോ റിവിഷൻ പോലെയല്ലേ സാറ്? ഫ്രേസൽ വെർബ് നമ്മൾ ഒരു പ്രാവശ്യം എടുത്തല്ലേ? ആദ്യത്തെ ഒരുപാട് എടുത്തുള്ളൂ. ഞാൻ ഇവിടെ അല്ല, ഞാൻ വേറെ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട്. ആ ക്ലാസ്സിനെ ഉദ്ദേശിച്ചാണോ പറയുന്നത്? അല്ല, നമ്മള് ഇതിന് മുന്നേ എടുത്തില്ലായിരുന്നോ ക്ലാസ് ആയിട്ട് ഫ്രേസൽ വെർബൊക്കെ? ഇവിടെ എടുത്തിട്ടുണ്ടോ? ഇതൊക്കെ നമ്മൾ റണ്ണിൻ ടു ഒക്കെ നമ്മൾ പഠിച്ചതാ. ഗോഫ് ഇതൊക്കെ നമ്മൾ പഠിച്ചതാ.
LP ക്ലാസ്സിന് മുമ്പ് കോഴ്സ് എടുത്തിട്ടുണ്ട് അഡ്വാൻസ്ഡ് ആയിട്ട്. അതല്ല, അതെ, നമ്മൾ ഈ കോഴ്സിൽ പഠിച്ചതല്ലേ? തുടക്കത്തിൽ പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ട് സാർ, ഇത് ക്ലാസ് വെച്ചിട്ടുണ്ടായിരുന്നു. Detail ഇതുവരെ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് സാറ് ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യിച്ചതാ. നമ്മൾ ഇതുവരെ സാറ് പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ മുമ്പ് ഡിസ്കസ് ചെയ്തതാ. ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്നാ നിങ്ങൾ റിവിഷൻ ആയിട്ട് കണ്ടാൽ മതി. അപ്പൊ എനിക്ക് ആരോ ഒരാൾ മെസ്സേജ് ഇട്ടു ഫ്രേസൽ വെർബ് ആദ്യം എടുക്കണം എന്ന് പറഞ്ഞിട്ട്. ഇതുവരെ പഠിപ്പിച്ച കംപ്ലീറ്റ് സാധനം സാറ് മുന്നേ ക്ലാസ് ചെയ്തതാ. ആണോ? ഓക്കെ. വെറുതെ ഒരു ദിവസം കളയണ്ടില്ലായിരുന്നു അല്ലേ? അല്ല, അപ്പൊ ഞാൻ അങ്ങനെ നമ്മൾ സാർ ഇതേപോലെ പ്രിപ്പൊസിഷൻ എപ്പോഴും നമുക്ക് മാറിപ്പോകുന്നതാ. അങ്ങനെയാണെങ്കിൽ സാർ ഇതേപോലെ പ്രിപ്പൊസിഷൻ ഒരു ക്ലാസ് ചെയ്തുതരാം. ഞാൻ എന്നാലേ എടുക്കാത്ത ടോപ്പിക്കുകൾ ഞാൻ സിനോണിം ആന്റണിം ആയിരുന്നു ആദ്യം എടുക്കാൻ ഉദ്ദേശിച്ചത്. അപ്പൊ എനിക്ക് ഒരു മെസ്സേജ് വന്നു, സാറേ ഫ്രേസൽ വെർബ് ആണല്ലോ ഒരു മസ്റ്റ് ആയിട്ട് വരുന്നത്, അത് വേഗം ഒന്നും എടുത്തു തരും ചോദിച്ചു. ഇതൊക്കെ നമ്മൾ ചെയ്തും ക്വസ്റ്റ്യനും ഡിസ്കസ് ചെയ്തതാ. ഞാൻ വിചാരിച്ചത് റിവിഷൻ പോലെ സാറ് എടുക്കുന്നതാണെന്നാ. റിവിഷൻ അല്ല കേട്ടാ, ക്ലാസ് ആയിട്ട് എടുത്താ കുഴപ്പമില്ല. ഇപ്പൊ റിവിഷൻ ആയില്ലേ? ഇപ്പൊ റിവിഷൻ ആയി. ആദ്യം നോട്ട് കുറച്ചൊരു അഡ്വാൻസ്ഡ് ആണ്. അതാണ് ഞാൻ പറഞ്ഞത്, സാർ ഇതേപോലെ പ്രിപ്പൊസിഷനും കൂടി ഒന്ന് റിവൈസ്. പ്രിപ്പൊസിഷൻ എപ്പോഴും മാറിപ്പോ, ഇതേപോലെ എല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുവരാണെങ്കിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യുന്ന നേരം കുറെ കൂടി നിൽക്കുന്നുണ്ട്. ആയിക്കോട്ടെ. അത് നമ്മളിങ്ങനെ വെറുതെ വായിക്കുമ്പോ അത് മറന്നു പോകും, പിന്നെ കേട്ടാൽ ചെയ്യാൻ പറ്റൂല. അതെ. എന്തായാലും എനിക്ക് മെസ്സേജ് അയക്കുന്ന ഓരോരുത്തർ ഈ ക്ലാസ് ഒന്നും കാണുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. അതാണ് എനിക്ക് 2ാം പണി വരുന്നത്. അങ്ങനെ ഇപ്പൊ 2 വിഷയം ഇപ്പൊ ഞാൻ 2 പ്രാവശ്യം എടുക്കുന്നത്. ഓക്കെ, ഇനി ഞാൻ നോക്കിയിട്ട് ക്ലാസ് എടുക്കുള്ളൂ, മുമ്പ് എടുത്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമ്മുടെ പോയിന്റിലേക്ക് വരാം. 21ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് ആര് ചെയ്യാം? സൂര്യ ചെയ്യും. The teacher could not tolerate the disturbing attitude of this student. Put up with. Good. ഇനി choose the correct phrasal verb. Why can't dash his behavior? Put up with. 23ന്റെ it is difficult to dash his rude behavior. Put up with. 24 no wife can dash the torture of her husband. Put up with. അതെ, സഹിക്കാൻ പറ്റില്ല അല്ലേ? The manager is very rude. They cannot dash his behavior. Put up with. എത്ര തവണ ചോദിക്കുന്നു നോക്കിയേ. Yes, next Mary Reshma. Sir. Replace the word in bold letters with the right the tolerate. Put up with. Okay. അടുത്തത് I can't dash your rudeness anymore. Put up with. വട്ടായി പോയല്ലോ നമുക്ക്. Find the phrasal verb has the same meaning of tolerate. Put up with. Okay, അടുത്ത് Krishna cannot tolerate. Put up with. Okay. ഇതൊന്നും എന്ത് മനസ്സിലായി മേരി? Put up with അത്ര ഇമ്പോർട്ടന്റ് ആണ്. 30ാമത്തെ മഹാത്മാഗാന്ധി appealed to the people to dash the cruelties of British authorities. The people to tolerate. Put up with. അല്ലേ? ബ്രിട്ടീഷ് അതോറിറ്റിന്റെ ക്രൂരതകൾ സഹിക്കാൻ ഗാന്ധി പറഞ്ഞത് അല്ലേ? Choose the correct phrasal verb to fill in the blank. The government is sure to dash the taxes. Tax എന്ന് കേട്ട് കഴിഞ്ഞാൽ എന്താണ്? ടാക്സ് ഉയർത്തലാണ്. ഉയർത്തുക അല്ലെ? പുട്ടപ്പ് യുവർ ഹാൻഡ് എന്നൊക്കെ അല്ലെ? ഉയർത്തുക, കൈ ഉയർത്താൻ. അതുപോലെ വേലിയൊക്കെ കെട്ടി ഉയർത്തുക, ഫെൻസ് ഒക്കെ പുട്ടപ്പ്. പിന്നെ പുട്ടപ്പിന് വേറെ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഉണ്ട് സാർ. സജസ്റ്റ് ആൻ ഐഡിയ, പിന്നെ ബിൽഡ് സംതിങ്, പിന്നെ എന്തെങ്കിലും ഒട്ടിക്കുക, ഫിറ്റ് സംതിങ്, പിന്നെ നൈറ്റില് എവിടെയെങ്കിലും തങ്ങുക അല്ലെ? പുട്ടപ്പ്, അതങ്ങനെയൊക്കെ അർത്ഥമുണ്ട്. യെസ്, ഗുഡ്. ഇനി while in Mumbai he dashed at 5-star hotel. ഇത് പുട്ടപ്പ്. Good. Okay, thank you. Next, Diva City. The officer asked the assistant to dash the file. ഫയൽ സബ്മിറ്റ് ചെയ്യുക. അപ്പൊ സബ്മിറ്റ് എന്ന അർത്ഥത്തില് നമ്മൾ പഴയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും ഈ വാക്ക്. ആദ്യം ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചില്ല, എന്ന് റിപ്പീറ്റ് ചെയ്തു എന്നല്ല പറഞ്ഞത്. പുട്ടിന് സബ്മിറ്റ് കേട്ടോ. ഓക്കെ,
We can't dash you at hotel for 2 years. പുട്ട് ഔട്ട് എന്ന് പറഞ്ഞാൽ കെടുത്ത്, അതല്ലല്ലോ. അല്ല. അല്ല. പുട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ മാറ്റി വെക്കുക, അതല്ല. പുട്ട് അപ്പ്. താമസിക്കുക, ഹോട്ടലാകുമ്പോ അല്ലേ. ആ. യെസ്. ഇനി അടുത്തത്, വേലുത്തമ്പി ദളവ ഡാഷ് എ ബ്രേവ് ഫൈറ്റ് അഗൈൻസ്റ്റ് ബ്രിട്ടീഷ് ആർമി. പുട്ട് ഡൗൺ. വേലുത്തമ്പി ദളവ ഒരു ബ്രേവ് ഫൈറ്റ്, ഒരു പോരാട്ടം നടത്തി എന്ന അർത്ഥത്തിൽ, കൊണ്ടുവന്ന അർത്ഥത്തിൽ പുട്ടപ്പ് കേട്ടോ. ഓക്കെ. പിന്നെ അവർ ജവാൻസ് വുഡ് നോട്ട് ഡാഷ് ടു ദ എനിമീസ്. ഗീവ് അപ്പ്. ഗീവ് അപ്പ് ടു ദ എനിമീസ്. ഗീവ് അപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഉപേക്ഷിക്കുക. ഗീവ് ഇൻ. ആ, നമ്മുടെ ജവാന്മാര്, പട്ടാളക്കാര് ശത്രുക്കളോട് എന്ത് ചെയ്യില്ല? കീഴടങ്ങില്ല. സറണ്ടർ. ഗിവിൻ. ഗിവിൻ എന്ന് പറഞ്ഞാൽ സറണ്ടർ. ഗുഡ്. ഓക്കെ, താങ്ക് യു. സോ നെക്സ്റ്റ് ഭവ്യ. I dash my friend's pet dog when he is away. I look after my friend's pet dog when he is away. Look after. പെറ്റ് പെറ്റ് ഡോഗിനെ അല്ലെ ലുക്ക് ആഫ്റ്റർ, സംരക്ഷിച്ചു അല്ലെ, ടേക്ക് കെയർ ചെയ്തു. ഓക്കെ, ഗുഡ്. ഇനി അടുത്തതിന്റെ, we should always dash the meaning of new words in the dictionary. Look up. ഡിക്ഷണറി കണ്ട look up. Look up. 39, if you want to telephone him you will have to dash the number in the telephone directory. Look up. Look up. അടുത്തത്, the phrasal verb look down upon. ട്രീറ്റ് വിത്ത് കണ്ടംപ്റ്റ് അല്ലേ, പുച്ഛത്തോടു കൂടി കാണുക. ലുക്ക് ഡൗൺ അപ്പോൺ എന്ന് പറഞ്ഞാൽ എന്താ? ട്രീറ്റ് വിത്ത് കണ്ടംപ്റ്റ്, പുച്ഛത്തോടു കൂടി കാണുക. ഓക്കെ. സൂര്യ, അടുത്ത സൂര്യ. We could not dash the inscription on the wall. We could not dash the inscription on the wall. Make out. മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല അല്ലെ, മേക്ക് ഔട്ട്. അണ്ടർസ്റ്റാൻഡ്. Understand. I couldn't understand his words. Replace underlined word. സൂര്യ പറ. സൂര്യ, അണ്ടർസ്റ്റാൻഡ് എന്ന് പറഞ്ഞ അർത്ഥത്തിലുള്ള വേർഡ് ഏതാ? സൂര്യല്ലേ? ഹലോ ഹലോ, കേൾക്കുന്നില്ല, മൈക്ക് എന്തോ ആയതാ. മേരി. മേക്ക് ഔട്ട് സർ. മേക്ക് ഔട്ട്, അണ്ടർസ്റ്റാൻഡ്. അടുത്തത് 43 മേരി എന്ന് പറഞ്ഞോ. റിപ്ലേസ് വേർഡ് അണ്ടർലൈൻ വിത്ത് കറക്റ്റ് വേർഡ് ഗിവൻ. ഐ കാൻ അണ്ടർസ്റ്റാൻഡ്. മേക്ക് ഔട്ട്. മേക്ക് ഔട്ട്. സൂര്യ റെഡി ആയോ മൈക്ക്? റെഡി സർ. അതിവിടെ ഭയങ്കര മഴയാണ്. ആണോ? 44, വിച്ച് ഓഫ് ദി ഫോളോയിങ് മീൻസ് അണ്ടർസ്റ്റാൻഡ്? അണ്ടർസ്റ്റാൻഡ്, മേക്ക് ഔട്ട്. മേക്ക് ഔട്ട്. സൂര്യന്റെ നാട് എവിടെയാ? കോഴിക്കോട്. കോഴിക്കോട് ഇവിടെ കൊയിലാണ്ടിക്ക് അടുത്താണ്. കൊയിലാണ്ടിക്ക് അടുത്ത്. അവിടെ മഴയുണ്ട് അല്ലേ? നല്ല മഴയാണ്. ഓക്കെ ഓക്കെ. എന്നാ അടുത്ത ചോദ്യം, ഐ കാണ്ട് അണ്ടർസ്റ്റാൻഡ്. മേക്ക് ഔട്ട്. മേക്ക് ഔട്ട്. 46, ഐ കാനോട്ട് ഡാഷ് വാട്ട് ഹി ഈസ് സേയിങ്. മേക്ക് ഔട്ട്. ഇപ്പൊ എന്ത് മനസ്സിലായി സൂര്യക്ക്? മേക്ക് ഔട്ട് വളരെ 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 പ്രധാനപ്പെട്ടതാണ്. ഐ കുഡ് സ്കേഴ്സ്ലി ഡാഷ് ഹിസ് റൈറ്റിംഗ്. മേക്ക് ഔട്ട്. വേറെ ഒന്നും നോക്കണ്ട, മേക്ക് ഔട്ട്. അടുത്തത് 48, ഐ കാനോട്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് ദ പോലീസ് സെഡ്. മേക്ക് ഔട്ട്. മെയ്ഡ് ഔട്ട്. മെയ്ഡ് ഔട്ട് അവിടെ അല്ലേ? ഐ കാനോട്ട്. മേക്ക് ഔട്ട് മെയ്ഡ് ഔട്ട് ഉണ്ട്. അപ്പൊ അത് പറ്റൂല. ഇവിടെ ക്യാൻ വന്നതുകൊണ്ട് ഇവിടെ V1 പാടുള്ളൂ. അപ്പൊ മേക്ക് ഔട്ട് ആണ്, ഡി തെറ്റാണ് അല്ലെ? അങ്ങനെയൊക്കെ വരും ചോദ്യം, നോക്കണം കേട്ടോ എല്ലാവരും. ഓക്കെ. ഇനി സൂര്യനോട് ചോദിച്ച സൂര്യ നമ്മളെ വല്ല തെറിയും പിടിക്കും. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഭവ്യനോട് ചോദിക്കാം. ഭവ്യേ,
Make out. I cannot make out with His what handwriting he is has shabby. write. വളരെ വൃത്തിയായിട്ടതാണ് അല്ലേ? ഷാബി തന്നെ വൃത്തിയായിട്ട്. ആ. അതൊന്നും മനസ്സിലാവുന്നില്ല. I cannot make out. 50ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം പറ. The phrase make out means. Understand. 1998 ചോദ്യമാണ്. Understand. Okay. Very good. Thank you. Next, Deepa Sethi. When did the accident? Sir, When did the accident? ഇത് താഴെ ഒരു കം ഓഫ് ഉണ്ട്, അത് അങ്ങോട്ട് എഴുതാം. ഏതാ ശരി? ദീപ, ആക്സിഡന്റ് എപ്പോഴാണ് സംഭവിച്ചതെന്ന്. അപ്പൊ ഹാപ്പൻ എന്ന അർത്ഥത്തിലുള്ള വേർഡ് ഏതാ? ഇനി ഞാനിവിടെ ചുവപ്പോ ഇല്ല അവസാനം എഴുതി ചേർത്തോണ്ട് ഇത് ആൻസർ ഒന്നും തെറ്റിദ്ധരിക്കണ്ട. ഞാൻ പറഞ്ഞ come off. അതന്നെയാ. ശരി, ആയിക്കോട്ടെ. അപ്പൊ കം ഓഫ് ആണ് അല്ലേ? വെരി ഗുഡ്. കം ഓഫ് എന്ന് പറഞ്ഞാൽ സംഭവിക്കുക, ഹാപ്പൻ അല്ലേ? രണ്ട് വാക്കുണ്ട്, കം ഓഫ് അല്ലെങ്കിൽ കം എബൌട്ട്. Come about. കം അബൌട്ട്, കം ഓഫ് രണ്ടും ഒരേ മീനിങ് ആണ്. 52ാമത്തെ ചോദ്യത്തിന് ആൻസർ പറഞ്ഞേ. ഹൗ ഡിഡ് these things happen? Come about. Come about. Very good. 53ാമത്തെ ചോദ്യം. I always dash my revision notes just before I go into the examination. പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ റിവിഷൻ നോട്ട്സ് ഒക്കെ എന്ത് ചെയ്യാറുണ്ട്? നന്നായി ചെക്ക് ചെയ്യാറുണ്ട്. ചെക്ക്. മേരി ഒന്ന് പറഞ്ഞു കൊടുക്ക്. Go over. ഗോ ഓവർ. രണ്ടെണ്ണം ഞാൻ വളരെ കൃത്യമായി പറഞ്ഞു. ഒന്ന് ഗോ ത്രൂ. Go through. ഒന്ന് go over. കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ള ചെക്കിംഗ് ആണെങ്കിൽ ഗോ Go. ഓവർ. വെറും എക്സാമിൻ എന്ന അർത്ഥത്തിലാണെങ്കിൽ Go ഗോ through. ത്രൂ മതി. ഓക്കെ, ഗോ ഓവർ. ക്ലിയർ ആയോ ദീപ? Aye, sir. രണ്ട് വാക്കുകൾ ഗോ ഓവറും ഗോ ത്രൂ മറക്കോ? ഇല്ല. മറന്നാ ഞങ്ങൾ ഇനി കൊയിലാണ്ടിക്ക് ഒരു വരവങ്ങ് വരെ. അടുത്തത് ദീപ സിറ്റി. The same meaning in the phrase go on. Continue. Very good. Thank you. So next, Bhavya. He was asked to dash till he reached a pocket road. He asked to go at. in, go on, go for, go at. ഏതാ? Go on അല്ലേ? asked to go on, തുടരാൻ. പോക്കറ്റ് റോഡ് എത്തുന്നവരെ കണ്ടിന്യൂ ചെയ്യാൻ അല്ലേ? ഓക്കെ. 56 പറ ആൻസർ. COVID-19 Choose the correct option. COVID-19 dash in the relief camps. breaks out. Choose the correct. COVID-19 dash in the relief camps. Break out. ബ്രേക്ക് ഔട്ട് തന്നെ പൊട്ടിപ്പുറപ്പെട്ടില്ലേ? ലഹള, പേമാരിയൊക്കെ ബ്രേക്ക് ഔട്ട്. The meaning of the phrasal verb colon. Colon visit. Visit a person. Visit. 58 I will dash you next Sunday. I will dash you colon. വിസിറ്റ് എന്നതിൽ കോൾ അറ്റുണ്ട്, കോൾ ഉണ്ട്. ഇത് എന്തുകൊണ്ടാണ് കോളോൺ ശരിയായത്? ഒരു പേഴ്സൺ ആണ്, ഒരു പേഴ്സണെയാണ്, ഓനെയാണ്, ഓനെ അല്ലേ? The minister agreed to dash the Taj Mahal during his 3 days visit to the North India. എവിടെ എന്താ വരിക? അറ്റ്, ഗോ അറ്റ്, കോൾ അറ്റ്, കോൾ അറ്റ്. സോറി, എന്തായാലും ഗോ അറ്റ് എന്ന്. എന്താ ഗോ അറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഗോ അറ്റും ഗോ ഫോറും അറ്റാക്ക്. അറ്റാക്ക്. Go at, go for attack. Go for attack. We will cancel the trip if the weather is bad. Call Replace off. the word underlined. Call off. Call off. Very good. 61 find the phrasal verb that best into the blank in the sentence. The occasion dash prompt action. The occasion dash prompt action. Occasion dash prompt action. Occasion demand. Call for. Very good. Call for. Last question കഴിഞ്ഞേ. Choose the demand. phrasal verb which means call for. demand. Call for. അങ്ങനെ 62 ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എന്തായാലും മുമ്പ് നമ്മൾ ആഴത്തിൽ പഠിച്ചിരുന്നു, അതിനെ നമ്മളിപ്പോൾ ശരിക്കും റിവൈസ് ചെയ്തിരിക്കുകയാണ്. ഈ റിവിഷൻ ക്ലാസ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു.